ഷിപ്പിന്റെ ഇത് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പൊ അവിടെയുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. വലിയ വലിയ ചെറിയ ചെറിയ ഔട്ടിംഗ് ആണ് എല്ലാം കാണാനായിട്ട്. ഇതാണ് സംഭവം. കനാലിൽ കൂടെയാണ് ഞാൻ നേരത്തെ കാണിച്ച ഷിപ്പ് നമ്മൾ അതിനകത്ത് കയറിയിട്ട് അതിൽ പോകുന്നത്. അപ്പോൾ ഒരു 4 മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്നതാണ് കേട്ടോ ഈ കനാലിൽ. അപ്പോൾ ഇത് യാത്ര ചെയ്തുകൊണ്ടിരിക്കവേ തന്നെ നമ്മൾ ഷിപ്പിനകത്ത് ഫുഡ് കഴിക്കുക, കുറച്ച് എൻ്റർടൈൻമെൻറ്റൊക്കെ ഉണ്ടായിട്ട് കുറച്ച് ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് അപ്പോൾ അത് നമുക്ക് വഴിയെ കാണാം. പിക്ചർ നോട്ട് അലൗഡ്, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല അത്ര. ആദ്യമേ നമ്മൾ എൻട്രി ചെയ്യുന്ന ആ ഒരു ഡോറിൻ്റെ അവിടെ അവർ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ കയറ്റിയത്. ചെക്ക് ചെയ്ത് കയറിയപ്പോഴത്തേക്കും നമ്മൾ ആ വീഡിയോ എടുക്കല്ലേന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആ സമയത്ത് അത് എടുത്തത്. പക്ഷേ അങ്ങനെ പറഞ്ഞത് വീഡിയോയിൽ. പക്ഷേ ഷിപ്പിനകത്ത് ഫുള്ള് വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നു. ഇതൊരു ലക്ഷറി ട്രിപ്പാണ് കേട്ടോ, അതാണ് ഞാൻ പറഞ്ഞത്. ദുബായിൽ വന്നിട്ട് ലക്ഷറി ട്രിപ്പുകളിൽ ഒന്നാണ് ഇത്, ഡിന്നർ ക്രൂയിസ്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിന്നർ കഴിക്കുക, മെയിനായിട്ടുള്ള ഡിന്നർ കഴിക്കുക, ഒരു നൈറ്റിൽ ഒരു 4 മണിക്കൂർ അടിച്ചു പൊളിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് ബോർഡിംഗ് പാസ്. ബോർഡിംഗ് പാസ് വാങ്ങിച്ചിട്ട് നമ്മൾ അതിനുള്ളിലേക്ക് കയറണം. കയറിയപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ ഒരു കുഞ്ഞ് ടൈറ്റാനിക് കപ്പിൽ കയറിയതുപോലെയാണ് ഫീൽ ചെയ്തത്. അത്രയും അതൊരു ലക്ഷറി എന്ന് പറഞ്ഞാൽ ലക്ഷറി തന്നെയാണ്. അതിനകത്ത് കയറുമ്പോൾ നല്ല ഭംഗിയാണ് അത് കാണാൻ. ഭയങ്കര ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കയറി ഒരു 5 മിനിറ്റ് ആയപ്പോഴത്തേക്ക് തന്നെ ഷിപ്പ് മൂവ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഈ മൂവ് ചെയ്യുന്ന സമയത്ത് പുറത്തൊക്കെ ഇങ്ങനെ കാണാനൊക്കെ നല്ല ഭംഗിയായിരുന്നു. പിന്നെ ഷിപ്പിലുള്ള എല്ലാ സ്റ്റാഫുകളും ഭയങ്കര റെസ്പെക്റ്റും നല്ല ബിഹേവിങ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ ഹെൽപ്പും അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾക്ക് അവർ ഒരുക്കി തന്നത് ഒരു വലിയൊരു ഡിന്നർ. ആദ്യം ഡിന്നർ കഴിച്ചിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റർടൈൻമെൻറ്റ്, ഒരുപാട് ഡാൻസും സോങ്ങും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന് മുന്നേറ്റ് ഞങ്ങൾക്ക് ഡിന്നറാണ് അവർ ആദ്യം ഒരുക്കിയത്. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ട്, ഒരു സൈഡ് ഫുള്ള് ഫുഡിൻ്റെ ഒരു കലവറ തന്നെയായിരുന്നു കേട്ടോ. ഒരുപാട് ഐറ്റംസ് എന്ന് വെച്ചാൽ ഒരുപാട് ഐറ്റംസ്. എല്ലാം ഒന്നും കഴിക്കാനൊന്നും പറ്റിയില്ല. പക്ഷെ മാക്സിമം ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയ ഫുഡുകൾ മാത്രമാണ് ഞാൻ കഴിച്ചത്. കാരണം അത് കഴിച്ചിട്ടും തീരാത്ത ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. അതിലെനിക്ക് കഴിക്കണം എന്ന് തോന്നി ഇഷ്ടം തോന്നി എടുത്ത ഫുഡുകളാണ് ഞാൻ ഒരുപാട് കഴിച്ചത്. അതും ഞാൻ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ പ്രോൺസ് എന്ന് പറയുന്നത് കുക്ക് ചെയ്യാത്ത പ്രോൺസാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ എടുത്തില്ല. കാരണം എന്തിനാ വെറുതെ ഫുഡ് പോയ്സൺ ഉണ്ടാക്കുക. എനിക്ക് പേടിയായിരുന്നു. എല്ലാവർക്കും പിടിക്കത്തില്ല, ചിലപ്പോൾ എല്ലാവർക്കും പിടിക്കും, ചിലവർക്കൊക്കെ പിടിക്കും, ചിലവർക്ക് പിടിക്കത്തില്ല. അങ്ങനെയാണ്. അതെനിക്ക് കഴിക്കാൻ ഒരു പേടിയായിരുന്നു. കാരണം ഒരുപാട് ഫുഡുകൾ ട്രൈ ചെയ്യാൻ കിടക്കുമ്പോഴത്തേക്കും എന്തിനാ വെറുതെ വയറ് കേടാക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ എടുത്ത് യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഒരുപാട് ഡെസേർട്ട്, കേക്ക്സ്, കട്ട് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, ബിരിയാണി, പിന്നെ നോർത്ത് ഇന്ത്യൻ ടൈപ്പിലുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും കൗതുകകരമായിട്ട് തോന്നിയ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതുണ്ടല്ലോ ബർഗർ, കുഞ്ഞു ബർഗർ, അതൊക്കെ ഞാൻ ട്രൈ ചെയ്തായിരുന്നു. പാസ്ത, നൂഡിൽസൊക്കെ ഓൾറെഡി നമ്മൾ പുറത്തായാലും നമ്മൾ കഴിക്കുന്ന ഫുഡല്ലേ. അപ്പോൾ എനിക്ക് കൗതുകം തോന്നിയ കുറച്ച് ഫുഡൊക്കെ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്.
അത് നമുക്ക് കാണാം കേട്ടോ. പിന്നെ ഇപ്പോൾ കാണുന്ന നിങ്ങൾക്ക് കുറേ ഡെസേർട്ട്സുകളുണ്ട്. ഈ ഡെസേർട്ട്സിലൊക്കെ ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു കേട്ടോ. കാരണം ഞാൻ സ്വീറ്റ് അധികം യൂസ് ചെയ്തില്ല. എൻ്റെ ചാനൽ കണ്ടിന്യൂ ആയിട്ട് കാണുന്നവർക്ക് മനസ്സിലാവും ഞാൻ മധുരം അധികം കഴിക്കുന്ന ആളല്ല. അതുകൊണ്ട് എന്നിട്ടും ഡെസേർട്ട്സ് ഞാൻ ഇപ്രാവശ്യം ഞാൻ ട്രൈ ചെയ്തായിരുന്നു. പിന്നെ ഒരുപാട് പല തരത്തിലുള്ള സാലഡ്സ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മയോണൈസിൻ്റെ പല വെറൈറ്റീസ് ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് വെജിറ്റബിൾസ്, നമ്മൾ കുക്കുംബർ, അത് നോർമലി ആയിട്ടുള്ള സാലഡ്സ് അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ലീഫ് വെച്ചിട്ടൊരു സൈഡ് ഡിഷ് ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ കഴിച്ചിട്ട് എൻ്റെ ആ സംഭവം ഞാൻ കാണിച്ചു തരാം. ആ വീഡിയോയിൽ കാണുന്നുണ്ട്. ഒരുപാട് കേക്ക്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല ഐറ്റംസ് കേക്ക്സ് ഉണ്ടായിരുന്നു. പിന്നെ തണ്ണിമത്തൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. കട്ട് ഫ്രൂട്ട്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവമാണ് കേട്ടോ. അത് ഞാൻ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ സാധാരണ എല്ലാവരും കഴിക്കുന്നതാണ്. ഇതാണ് ഞങ്ങളുടെ ഡിന്നർ ടേബിൾ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും, നമ്മളൊരു 10-18 പേരുണ്ടായിരുന്നു. അത്രയും പേർക്കുള്ള ഒരു ഡിന്നർ ടേബിൾ തന്നെ അവർ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. കാരണം സെപ്പറേറ്റ് ഇരിക്കാതെ തന്നെ എല്ലാവർക്കും ഒരുമിച്ചിരിക്കാൻ കണക്കെ. ഞാൻ ആദ്യം ട്രൈ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞ് ബർഗറില്ലേ, നേരത്തെ പറഞ്ഞ അങ്ങനെ കുഞ്ഞ് ബർഗർ ചിക്കൻ്റെതും വെജിറ്റബിൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കട്ട് ഫ്രൂട്ട്സ്, പിന്നെ വേവിച്ച ചിക്കൻ പീസസ് ഉണ്ടായിരുന്നു, അതും ഞാൻ എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം അതാണ് ഞാൻ ട്രൈ ചെയ്തത്. അപ്പോൾ ആദ്യമേ കുറച്ച് പേരെടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ ബിരിയാണി അങ്ങനെയുള്ളതെല്ലാം എടുത്തിട്ട് ഹെവി ആയിട്ട് പിന്നെ ബാക്കിയൊന്നും ട്രൈ ചെയ്യാൻ പറ്റാണ്ടായിപ്പോയി കേട്ടോ അവർക്ക്, കാരണം വയറ് ഫുള്ളായിട്ട്. അപ്പോൾ ഞാൻ ആദ്യം കുഞ്ഞു കുഞ്ഞു സാധനങ്ങളെന്ന് വെച്ചാൽ എനിക്കിഷ്ടം തോന്നി കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ. പിന്നെ അപ്പോഴത്തേക്ക് തന്നെ അവർ വന്നിട്ട് ജ്യൂസ് ഓർഡർ ഏതൊക്കെ വേണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഓറഞ്ച് ജ്യൂസാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഇതൊക്കെ കഴിച്ചപ്പോൾ എനിക്ക് ആദ്യമേ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ എടുത്ത് കഴിക്കുമ്പോഴത്തേക്കും അധികം വയറ് നിറയത്തില്ല. അപ്പോൾ എനിക്ക് എല്ലാം ട്രൈ ചെയ്യണമെന്നാണ്. നമ്മൾ ഡിന്നറിന് പോകുമ്പോഴത്തേക്കും എല്ലാം ട്രൈ ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചായിട്ട് കഴിച്ചു തുടങ്ങി. അപ്പോൾ ഈ കഴിച്ച ബർഗർ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 3 ഡെസേർട്ടും പിന്നെ കുറച്ച് വെജിറ്റബിൾ സാലഡും പിന്നെ ഒരു ചിക്കൻ ഷവർമ്മയുടെ ഒരു പീസ്. അപ്പോൾ ഷവർമ്മ നോർമലാണ്, വലിയൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഷവർമ്മയുടെ പീസാക്കി വെച്ചത് അത് വലിയതാണ്. പിന്നെ 3 ഡെസേർട്ട് എടുത്തു. 3 ഡെസേർട്ടിൻ്റെ പേര് സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഓൺ വോയിസ് കൊടുക്കുന്ന സമയത്ത് മറന്നുപോയി, ഓർത്ത് വെച്ചതാണ്. ഒരു നോർത്ത് ഇന്ത്യൻ ടൈപ്പിലുള്ള പേരുകളാണ് കേട്ടോ അത് മൂന്നും. അത് 3 ടൈപ്പിലുള്ള ഡെസേർട്ടുകളായിരുന്നു. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതായിരുന്നു, ടേസ്റ്റ്. ഓരോന്നും വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് വീണ്ടും വീണ്ടും കഴിക്കണമെന്ന് തോന്നി, പക്ഷേ ഒരുപാട് കഴിക്കാൻ തുനിഞ്ഞില്ല. കാരണം ഈ വീണ്ടും ഫുഡുകളുള്ളതുകൊണ്ട് എല്ലാം ട്രൈ ചെയ്തു. ടേസ്റ്റ് എങ്ങനെയാണെന്ന് ട്രൈ ചെയ്തതെന്ന് തന്നെയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു യെല്ലോ കളറിലുള്ളിട്ടുണ്ടായിരുന്നു, അത് ഭയങ്കര ടേസ്റ്റായിരുന്നു. അതാണ് ഞാനിപ്പോൾ കഴിച്ചത്. വളരെ ടേസ്റ്റായിട്ടുള്ള ഡെസേർട്ടുകളിൽ ഞാൻ ഇതുവരെ ഞാൻ അധികം കഴിക്കാത്ത ആളാണ്, പക്ഷേ ഇപ്രാവശ്യം ഞാൻ കഴിച്ചു, ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പം ഞാൻ ചെറുതായിട്ട് സ്വീറ്റ്സൊക്കെ ഇഷ്ടപ്പെട്ട് തുടങ്ങി കേട്ടോ. പിന്നെ ഞാൻ ഈ ഷവർമ്മ പീസ് കഴിച്ചിട്ട് വലിയ വെറൈറ്റി ആയിട്ട് തോന്നിയില്ല, പക്ഷേ കുഴപ്പമില്ല. പിന്നെ വെജിറ്റബിൾസ് കഴിച്ചു. അടുത്ത 3ാമത് ട്രൈ ചെയ്തത് ഇച്ചിരി ഹെവി ആയിട്ടായിരുന്നു. സാലഡ്സ്, പിന്നെ ലീഫിൻ്റെ ഒരു സാലഡ് ഉണ്ട് അത്, പിന്നെ പനീർ, സ്മോൾ ടൊമാറ്റോ, കട്ട് ഫ്രൂട്ട്സ്, പിന്നെ കേർഡ്, ചിക്കൻ ബിരിയാണി. ഇത്രയും ഒന്ന് ഹെവി ആയിട്ട് ലാസ്റ്റായിട്ട് എടുത്ത് കഴിച്ചായിരുന്നു. അപ്പോൾ അതിൽ വന്നിട്ട് ഈ ഒരു ഇല ഇപ്പം ഞാൻ കാണിച്ച അത് ഭയങ്കര ഒരു കയ്പ്പായിരുന്നു. പക്ഷേ ഞാൻ കഴിച്ചു എന്നുള്ളതാണ്. നമ്മളെല്ലാം ട്രൈ ചെയ്യണമല്ലോ, നമ്മളെക്കൊണ്ട് പറ്റുന്നതൊക്കെ ട്രൈ ചെയ്യണമല്ലോ. പിന്നെ കട്ട് ഫ്രൂട്ട്സ്, ഇതെല്ലാം ട്രൈ ചെയ്ത് ഇതെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഹെവി ആയിട്ടല്ല, ലാസ്റ്റ് എടുത്തത് നല്ല ഹെവി ആയിട്ടുള്ള ഫുഡായതുകൊണ്ട് ഞാൻ അതോടുകൂടി തന്നെ സ്റ്റോപ്പ് ചെയ്തു കേട്ടോ. ഇത് ഹെവി ആയിട്ടല്ലായിരുന്നെന്നുണ്ടെങ്കിൽ ഞാൻ 4ാമതും ട്രൈ ചെയ്യും ഉറപ്പായിട്ടും. പക്ഷേ ഞാൻ 3ാമത് എടുത്തത് നല്ല ഹെവി ആയിട്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അതോടുകൂടി നിർത്തി. പിന്നെ എനിക്ക് ഈ കാണുന്നവരോട് പറയാനുള്ള, എൻ്റെ വീഡിയോ കാണുന്നവർ പറയാനുള്ള വെച്ചാൽ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്ത് കഴിക്കുന്നതാണ് കേട്ടോ. എന്ത് ഫുഡ് കഴിച്ചാലും ഇപ്പോൾ ഒരു ഡ്രിങ്ക് ആണെങ്കിൽ പോലും ഞാനത് എൻജോയ് ചെയ്ത് അതിൻ്റെ ടേസ്റ്റ് എൻജോയ് ചെയ്ത് കഴിക്കും. അപ്പോൾ നിങ്ങളായാലും ഫുഡ് ഒരുപാട് എൻജോയ് ചെയ്ത് കഴിക്കണം കേട്ടോ. ഡിന്നർ കഴിഞ്ഞു. അടുത്ത പോകുന്നത് നമ്മൾ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനാണെന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ മാക്സിമം അടിച്ച് പൊളിക്കാൻ പറ്റുമോ അതിന് വേണ്ടിയിട്ടാണ്. ഇത് 2ാമത്തെ ഫ്ലോറാണ് കേട്ടോ, ഗ്രൗണ്ട് ഫ്ലോറിലാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഫ്ലോറാണ്. ഫസ്റ്റ് ഫ്ലോറിൽ ഒന്നുമില്ല, എനിക്ക് തോന്നുന്നത് എന്തൊക്കെ ഉണ്ട്, പക്ഷേ ഞങ്ങൾ പോയ സമയത്ത് ഒന്നുമില്ല. നമ്മൾ ഏറ്റവും മുകളിൽ പോയിട്ടോ, മുകളിൽ വെച്ചാൽ ഓപ്പണാണ്
ഫുൾ ഓപ്പൺ ആണ്. ഷിപ്പിൻ്റെ ഏറ്റവും മുകളിലെന്ന് വെച്ചാൽ രണ്ടാമത്തെ നിലയിലാണ് പോയത്. അപ്പോൾ ഷിപ്പ് ഓൾറെഡി പൊയ്ക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ആ ദുബായിലുള്ള അത്രയും പ്ലേസ് ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. എന്ത് ഭംഗിയായിരുന്നു കാണാൻ, ഫുള്ള് ലൈറ്റ് ഇപ്പം നിങ്ങൾ കാണുന്നില്ലേ, അത് നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഇനിയാണ് നമ്മുടെ ഡാൻസും പാട്ടും ഒക്കെ ഇവിടെ കാണാൻ പോകുന്നത്. അപ്പോൾ അത് നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും, ഈ വീഡിയോയിലല്ല. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഒരുപാട് വലിയൊരു ലോങ് വീഡിയോ ആയതുകൊണ്ടാണ് ഞാനിത് ഇത്ര ഷോർട്ടാക്കിയത്. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും മൂന്നാമത്തെ പാർട്ട് കാണണം കേട്ടോ. അപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. ഡാൻസ്, പാട്ട്, എന്തൊക്കെ അടിച്ചു പൊളിക്കാൻ പറ്റും അതൊക്കെ കാണിക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ അത് നിങ്ങൾ കാണണം കേട്ടോ. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടൺ ഉറപ്പായിട്ടും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോഴത്തേക്കും നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ കമൻറ്റ് ഇടാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഫുള്ള് കണ്ടിട്ട് നെക്സ്റ്റ് 3 പാർട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. വരുന്നതാണ് അടിപൊളി ക്ലിപ്സായിട്ട്. ഓക്കെ, ബൈ.